CJPക്ക് പുറമെ നീറ്റ് ക്രമക്കേടിൽ കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ കൂടി തെരുവിലിറങ്ങിയതോടെ രാജ്യതലസ്ഥാനം വീണ്ടും സമരഭൂമിയായി മാറി. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടത്തിയ സമരത്തിന് പിന്നാലെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അഖിലേഷ് യാദവ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സമരഭൂമിയിലെത്തി കേന്ദ്രമന്ത്രി അടക്കം രാഹുൽ ഗാന്ധിയുമായി നേരിട്ട് ചർച്ച നടത്തിയെങ്കിലും സമവായമാകാത്തതിനെ തുടർന്നായിരുന്നു നടപടി. കടുത്ത പോലീസ് നടപടി നേരിട്ടതിന് ശേഷവും ജന്തർ മന്ദറിൽ സമരം കൂടുതൽ കടുപ്പിക്കാൻ കോക്രോച്ച് ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. പോലീസ് പൊളിച്ചു നീക്കിയ സമരപ്പന്തൽ പ്രവർത്തകർ പുനഃസ്ഥാപിച്ചു. അതേസമയം ഇന്നലെ ഉണ്ടായ പോലീസ് നടപടിയിൽ പരുക്കേറ്റ ഒരു പെൺകുട്ടി ഡൽഹിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലാണ്. പരുക്കേറ്റ ആം ആദ്മി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാളും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ആശുപത്രിയിൽ ഈ കുട്ടിയെ സന്ദർശിച്ചു. CJP ആരംഭിച്ച സമരം കോൺഗ്രസും രാഹുൽ ഗാന്ധിയും കൂടി ഈ ഘട്ടത്തിൽ ഏറ്റെടുത്തതോടെ കൂടുതൽ സമ്മർദ്ദത്തിലാവുകയാണോ കേന്ദ്ര സർക്കാർ? കാണാം RDX റാം. പോലീസ് നടപടി കടുപ്പിക്കുമ്പോഴും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് കോക്രോച്ച് ജനതാ പാർട്ടി. ഇന്നലെ പോലീസ് പൊളിച്ചു നീക്കിയ സമരപന്തൽ CJP പ്രവർത്തകർ പുനഃസ്ഥാപിക്കുകയും അഭിജിത് ദീപ്കെ അവിടെ വീണ്ടും കുത്തിയിരിപ്പ് സമരം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. തൽക്കാലം പാർലമെന്റ് മാർച്ച് ഉദ്ദേശിച്ചിട്ടില്ലെന്നും ജന്തർ മന്ദറിൽ സമരം തുടരുമെന്നും CJP വ്യക്തമാക്കി. ഇതിനു പുറമെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയടക്കം ആവശ്യപ്പെട്ട് കോൺഗ്രസും ഇന്ന് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സമരം നടത്തി. സമരം അവസാനിപ്പിക്കാൻ രാഹുൽ ഗാന്ധി അടക്കമുള്ളവരെ പോലീസുകാർക്ക് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കേണ്ടി വന്നു. കൂടാതെ അമ്ര റാം, കെ രാധാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഇടത് MP-മാരും അരവിന്ദ് കെജ്രിവാളും CJPക്ക് ഐക്യദാർഢ്യവുമായി ജന്തർ മന്ദറിലെത്തി. പ്രതിഷേധത്തെ അനുകൂലിച്ച് നിരവധി പ്രമുഖരും രംഗത്തെത്തിയിട്ടുണ്ട്. മാർച്ചിൽ നടൻ പ്രകാശ് രാജ്, അവതാരകർ രഞ്ജിനി ഹരിദാസ് എന്നിവർ സജീവ സാന്നിധ്യങ്ങളാണ്. ഇതിനു പുറമെ സിനിമാ സംഗീത രംഗത്തെ പ്രമുഖരായ ടൊവിനോ തോമസ്, വിസ്മയ മോഹൻലാൽ, ദിൽജിത്ത് ദൊസാഞ്ച്, സോനാക്ഷി സിൻഹ, ഹനുമാൻ കൈൻഡ് തുടങ്ങിയവരും പ്രതിഷേധത്തിന് പിന്തുണയുമായി രംഗത്തെത്തി. ഭക്ഷണ വിതരണ പ്ലാറ്റ്ഫോമുകൾ വഴി പ്രതിഷേധക്കാർക്ക് ഭക്ഷണം ഓർഡർ ചെയ്ത് നൽകിയും വിവിധ സംസ്ഥാനത്ത് നിന്നുള്ളവർ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. RDX റാപ്പ് ന്യൂസ് മലയാളം. കേന്ദ്ര സർക്കാരുമായി ഇനി ചർച്ച ചെയ്ത് സമയം കളയാനില്ലെന്നും സർക്കാരിന് ചർച്ച ചെയ്യണമെങ്കിൽ സമരപ്പന്തലിലേക്ക് വരാമെന്നും CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ പറഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കാൻ സമരത്തെ സർക്കാർ രക്തത്തിൽ മുക്കുകയാണ് എന്നും അഭിജിത് ദീപ്കെ പറഞ്ഞു. अब इसके बाद गवर्नमेंट को बात करनी है तो उन्हें जंतर मंतर आना पड़ेगा. हम नहीं जाएंगे उनके पास. We are not going to do a march because this government and the police wants the blood of the students. They don't care for the life of the students, but we do care for them. We don't want any student to get hurt. With what we have seen yesterday was really tragic. It was a black day for India. This is no longer a democracy. ഇന്നലെ പ്രതിഷേധത്തിൽ പങ്കെടുത്ത സ്ത്രീകളെയും ചെറിയ കുട്ടികളെയും അടക്കം പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇന്ന് കൂടുതൽ പുറത്തുവന്നു. ക്യാമറ കൂട്ടങ്ങൾക്ക് മുന്നിൽ വച്ച് വനിതയുടെ മുഖത്തടിച്ചത് ഡൽഹി DCP സന്ദീപ് ലാംബയാണ്. ആ ദൃശ്യങ്ങളിലേക്ക്. ഇന്നിപ്പോൾ വളരെ പെട്ടെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് MP-മാർ പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപം സമരവുമായി എത്തിയത്. സമരത്തിൽ പങ്കെടുത്തവരെ വലിച്ചിഴച്ചാണ് പോലീസ് സ്ഥലത്ത് നിന്ന് നീക്കിയത്. ആ ദൃശ്യങ്ങളിലേക്ക് കൂടി. രാജ്യത്തെ യുവാക്കൾക്കുണ്ടാകുന്ന രോഷം സ്വാഭാവികമാണെന്നും എന്നാൽ അവരെ അടിച്ചമർത്തുന്ന രീതി ശരിയല്ലെന്നാണ് തന്റെ അഭിപ്രായമെന്നും കേന്ദ്രമന്ത്രിയും LJP അധ്യക്ഷനുമായ ചിരാഗ് പാസ്വാൻ ഇന്ന് അഭിപ്രായപ്പെട്ടു. जिस तरीके से प्रोटेस्ट हुआ है, ऐसे में मैं छात्रों की भावनाओं का मैं सम्मान करता हूँ. स्वाभाविक है कि कहीं ना कहीं आक्रोश होगा, विषयों को लेकर चिंता होगी. जिस तरीके से छात्र कल सड़क पर आए,
पर मैं एट द सेम टाइम मैं इस बात का पक्षधर नहीं हूँ कि छात्रों की आवाज़ को किसी भी दबाव से दबाने का प्रयास किया जाए। നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ശക്തമായ നടപടിയെടുക്കുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കുമെന്നും കുറ്റക്കാരോട് പ്രധാനമന്ത്രിക്ക് യാതൊരു ദാക്ഷിണ്യവും ഉണ്ടാകില്ലെന്നും റിജിജു പറഞ്ഞു. नीट के एग्जाम के बारे में आदरणीय प्रधानमंत्री जी ने कहा है कि जब का खबर आए तुरंत सरकार ने कार्रवाई किया और 13 लोगों को अरेस्ट करके जेल में डाल दिया गया है और साथ साथ जो छात्र हैं, स्टूडेंट्स हैं, उनका भविष्य को नुकसान ना हो इसलिए री एग्जामिनेशन नीट का प्राथमिकता दिया गया और री एग्जामिनेशन को सक्सेसफुली सफलतापूर्वक कंडक्ट किया गया और उसका रिजल्ट निकालने में कोई विलंब नहीं किया. തനീഷ്, ഇന്നലെ ഈ സമരത്തോടുള്ള പോലീസിന്റെ നടപടിയുടെ വ്യാപ്തിക്കനുസരിച്ച് ഇന്നിപ്പോൾ സമരത്തിന്റെ വ്യാപ്തിയും വർദ്ധിച്ചിട്ടുണ്ട്. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഇപ്പോൾ സമരമുഖത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവിനെ അടക്കം അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്താണ് സനീഷ് തോന്നുന്നത്? ഇതിപ്പോൾ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ് സംഭവിക്കുന്നതെന്നാണ് ഇത് വിഷ്വലെല്ലാം കാണുമ്പോൾ തോന്നുന്നത്. ഭയപ്പെടുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സർക്കാരിൻ്റെ ഫോഴ്സിനെ, നമ്മളെ ഭരിക്കുന്ന സർക്കാരിൻ്റെ ഫോഴ്സിനെ നമ്മൾ തന്നെ ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് ഇതിപ്പോൾ ഒരു സമരം നടക്കുന്നു, അതിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ചൊക്കെ അവിടെ നിൽക്കട്ടെ, അത് ഞാൻ പറയുന്ന ശരിതെറ്റുകളെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടായിട്ടില്ല. അതവിടെ നിന്നാൽ തന്നെയും ഒരു സമരം നടത്തുന്ന ആളുകളോട് ഇന്നലെ നടത്തിയ പോലീസ് അതിക്രമത്തിൻ്റെ വിഷ്വൽസ് നമ്മളിന്ന് വിശദമായിട്ട് ഇന്നാണ് കൂടുതലായിട്ട് കണ്ടത്. പല വിഷ്വൽസും ഈ ക്യാമറകളിലൂടെ ഈ പല സ്ഥലങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടത്. പക്ഷേ ഇന്നത്തത് ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത സംഭവങ്ങൾ. അതായത് രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെ തന്നെയും വലിച്ചിഴക്കുക, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയുടെ ഏറ്റവും ഉന്നതരായുള്ള നേതാക്കളെ റോഡിലൂടെ വലിച്ചിഴച്ച് KC വേണുഗോപാൽ അടക്കമുള്ള ആളുകളെ, രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ആളുകളെ വലിച്ചിഴച്ച് കൊണ്ടുപോവുക. അപ്പോൾ ഞാൻ ഇത് കാണുമ്പോൾ ഭയമുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ കാരണം രാജ്യത്തെ ഏറ്റവും സുപ്രധാനികളായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളോട്, അതും അധികാര പദവിയുള്ള ആളുകളോട്, പ്രധാനമന്ത്രി എന്ന പോലെ തന്നെ ഒരു ഭരണഘടനാ പദവിയുള്ള ആളാണ് പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തോട് ഇതാണ് പോലീസ് ചെയ്യുന്നതെങ്കിൽ ഇന്നലെ നിസ്സഹായരായിട്ടുള്ള ആ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഇവരെന്തായിരിക്കും പോലീസ് ചെയ്തിട്ടുണ്ടാവുക എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഭയം വരികയാണ്. നമ്മൾ ഈ വിഷ്വൽസ് എല്ലാം കണ്ടിട്ട് ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളാണ്, 20ഉം 25ഉം വയസ്സിനിടയിലുള്ള കുട്ടികളെ പോലീസ് അടിക്കുന്നു, തല്ലുന്നു. അവരൊക്കെ പറയുന്ന കേട്ടത് പെൺകുട്ടികളുടെ വസ്ത്രം വലിച്ചു കീറിയെന്നാണ്. അതിനുള്ള തെളിവുകളിപ്പോൾ അത്തരം ഇപ്പം ഡൽഹിയിലെ പോലീസുകാരനൊരു പെൺകുട്ടിയുടെ മുഖത്തടിക്കുകയാണ്. പെൺകുട്ടി തിരിഞ്ഞെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പോവുകയാണ്, ക്യാമറയിൽ മുഴുവനായിട്ട് പതിയുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? ഇങ്ങനെ ഒരു ഈ അധികാര പദവിയിലുള്ള അധികാര കേന്ദ്രങ്ങൾ സമ്മതം കൊടുക്കാതെ ഇങ്ങനെ കുട്ടികളെയും ഈ പ്രധാനപ്പെട്ട നേതാക്കളെയും തല്ലാൻ, വലിച്ചിഴക്കാൻ, ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ അവർക്ക് പോലീസിന് അധികാരം കിട്ടുമോ? പോലീസ് അങ്ങനെ ചെയ്യുമോ? അപ്പോൾ നമ്മൾ ഞെട്ടലോടെ മനസ്സിലാക്കുകയാണ്, നമ്മുടെ സർക്കാർ, നമ്മുടെ രാജ്യം ഭരിക്കുന്ന സർക്കാർ ഇവർക്ക് അനുമതി കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ. കുട്ടികളോട് അതിക്രൂരമായിട്ട് കൈകാര്യം ചെയ്യാനും ഈ രാഷ്ട്രീയ നേതാക്കളെ, അതും രാഷ്ട്രത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകളോട് ഒരു മയവും വേണ്ട എന്ന് രാഷ്ട്രീയം തലപ്പത്തുള്ള ആളുകൾ, അധികാരികൾ, പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ള ആളുകൾ അവർക്ക് മൗനാനുവാദം കൊടുത്തിരിക്കുകയാണ്. അതായത് മൗനം കൊണ്ട് ആണെന്ന് തന്നെയില്ല, അനുവാദം കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ഭയപ്പാടോടെ തിരിച്ചറിയുകയാണ്. ഈ ഭയം ഉണ്ടാക്കുക എന്നത് തന്നെയാണ് ഇതിൻ്റെ പിന്നിലെ ലക്ഷ്യവും എന്നെനിക്കിപ്പോൾ തോന്നുകയാണ്. അതായത് ഈ സമരം തീർക്കാൻ, ഈ രമ്യമായിട്ട് തീർക്കാൻ സർക്കാരും സംവിധാനങ്ങളും ആഗ്രഹിക്കുന്നില്ല. രമ്യമായിട്ട് തീർക്കാമെങ്കിൽ ഈ ജനാധിപത്യ സമരത്തെ ജനാധിപത്യ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലെടുത്തിട്ട് ഈ സമരം തീർക്കുകയാണെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കാതെ ഈ സമരം തീരുകയില്ല എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ രമ്യതയിൽ ഇതിൻ്റെ നീതിയുക്തവും ധാർമ്മികവുമായിട്ടുള്ള പരിസമാപ്തിയിൽ ഈ സമരത്തെ എത്തിക്കാൻ കേന്ദ്ര സർക്കാരിന് വയ്യ. അവർ ചെയ്യാൻ വേണ്ടി പോകുന്ന ഭയപ്പെടുത്തി ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അവിടെയുള്ള കുട്ടികളെ അടിച്ചോടിക്കുക, ഇങ്ങനെ ഈ ലൈംഗികാതിക്രമത്തോളം എത്തുന്ന തരത്തിൽ വസ്ത്രം വലിച്ചു കീറുക, പുരുഷ പോലീസുകാർ തന്നെയും പെൺകുട്ടികളുടെ ശരീരത്തിൽ കൈവെക്കുക, അവരുടെ മുഖത്ത് തല്ലുക എന്നതൊക്കെ ക്യാമറകൾക്ക് മുന്നിൽ പോലും അവർ ചെയ്യുന്നു. അപ്പോൾ ഇതിനെ സർവത്ര അരാജകത്വം ഉണ്ടാക്കിയിട്ട് ഈ ക്രമസമാധാന പാലനം നടത്തേണ്ടുന്ന പോലീസിനെ തന്നെ ക്രമസമാധാന ലംഘനത്തിനായിട്ട് അഴിച്ചുവിടുന്ന ഒരു കാര്യമുണ്ടോ എന്ന് സംശയിക്കാവുന്ന നിലയാണ് അവിടെ നിന്ന് വരുന്നത്. രാഹുൽ ഗാന്ധിയും KC വേണുഗോപാൽ അടക്കമുള്ള ആളുകളോട് ഇതാണ് പോലീസിൻ്റെ നിലയെങ്കിൽ കുട്ടികളോട് ഇന്നലെ എന്താണ് ചെയ്തിട്ടുണ്ടാവുക എന്ന് നമ്മൾ അമ്പരക്കുകയാണ്, ഭയപ്പെടുകയാണ്. അപ്പോൾ രാജ്യത്താകപ്പാടെ തന്നെയും ഈ ഭയത്തിൻ്റെ ഒരു വിതരണം നടത്തിയതിന് ശേഷം ഈ സമരത്തെ അങ്ങനെ ഇല്ലാതാക്കാൻ പറ്റുമെന്നാണ് ഈ കേന്ദ്ര സർക്കാരും മറ്റും വിചാരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ അങ്ങനെ തീരുകയാണോ ഹർഷ ചെയ്യുക?
ഇന്നലെ ഇത്രയും വലിയ തല്ലവിടെ ഉണ്ടായി. ഇന്നലെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നമുണ്ടായി. ഈ പറയുന്ന നമ്മുടെ ഈ സമരക്കാർ ഗോദി മീഡിയ എന്ന് വിളിക്കുന്ന അവിടുത്തെ പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് മാധ്യമങ്ങളൊന്നും ഇത് സംപ്രേഷണം ചെയ്തില്ലെങ്കിലും ഇന്നിപ്പോൾ ഫോണിലൂടെയൊക്കെ എല്ലാവരും ഇത് കാണുന്നുണ്ട്. എങ്ങനെയുള്ള തല്ലലും ഇടപെടലുമാണ് ആളുകളുടെ ഉണ്ടായത്. ഇന്നത്തെ ഹിന്ദു പത്രത്തിൻ്റെ ഫ്രണ്ടിൽ 2 ആശുപത്രികളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ 100-ലേറെ ആളുകളുണ്ട്. ഒരു 20-കാരി അതിരൂക്ഷമായിട്ടുള്ള അങ്ങേയറ്റം ഗുരുതരമായിട്ട് രീതിയിൽ ആശുപത്രിയിൽ കിടക്കുകയാണ്. എന്ന് വെച്ചാൽ ആ കുട്ടിയുടെ തല തല്ലി പൊളിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് പോലും പക്ഷേ അവിടെ ആളുകൾ കുറയാണോ ചെയ്തിരിക്കുന്നത്? അല്ല, ഈ കുട്ടികളും ചെറുപ്പക്കാരും അങ്ങോട്ടേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അതായത് ഭയപ്പെട്ടവർ തിരിച്ചു പോവുകയല്ല ചെയ്യുന്നത്. അതായത് അവരെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ സംബന്ധിച്ച് ഏറ്റവും ജെനുവിനായിട്ട് തോന്നുന്ന ഒരു സംഭവമായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. ഇന്നിപ്പോൾ വിസ്മയ മോഹൻലാലിൻ്റെ മകള് അവരുടെ ആ ഇൻസ്റ്റാഗ്രാമിലെ ഈ പറയുന്ന സ്റ്റാറ്റസ് വാർത്തയായിട്ട് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യം, മുമ്പ് ഇതുപോലെ ഈ സർക്കാരിനെതിരായിട്ടുള്ള സമരം വന്നപ്പോൾ, ഇത് നമ്മുടെ ഉമർ ഖാലിദൊക്കെയുള്ള സമരം വന്നപ്പോൾ അതിനെതിരായിട്ടുള്ള നിലപാട് എന്ന് വ്യാഖ്യാനിക്കാവുന്ന ഒരു നിലപാട് മാതൃഭൂമി പത്രത്തിൽ അക്കാലത്ത് എഴുതുന്നൊരു കോളത്തിൽ മോഹൻലാൽ സ്വീകരിച്ചിരുന്നു. അതായത് നമ്മൾ എതിരായിക എന്ന് വെച്ചാൽ എന്തെങ്കിലും ഹിംസാത്മകമായിട്ട് മോഹൻലാലിൻ്റെ തനത് ശൈലിയിൽ അദ്ദേഹം പറഞ്ഞു, അതായത് പഠിക്കുന്ന കുട്ടികൾ JNUവിലെ സമരം നടന്നപ്പോഴാണെന്ന് തോന്നുന്നു, പഠിക്കുന്ന കുട്ടികൾ അത്തരം സംഗതികളിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടതെന്ന ഒരു രക്ഷാകർത്താവിൻ്റെ ശബ്ദം എന്ന നിലക്ക് നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന തരത്തിൽ അഹിംസാത്മകമായിട്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞ് എനിക്ക് ഓർക്കുകയാണ്. പക്ഷേ അങ്ങനെയുള്ളൊരിടത്ത് നിന്ന് പോലും ഇപ്പോൾ രണ്ട് വ്യക്തികളാണ്, പക്ഷേ താരതമ്യേന നമ്മൾ എവിടെയും കണ്ടിട്ടില്ലാത്ത, ഇതുവരെയും ഒരു പൊതുപ്രശ്നത്തിലും ഇടപെട്ട് കണ്ടിട്ടില്ലാത്ത മനുഷ്യരെ പോലും അതിന് നിർബന്ധിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്ന് ഈ രാജ്യം ഭരിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. വിസ്മയ മോഹൻലാൽ ഷെയർ ചെയ്തിരിക്കുന്ന ആ ടെക്സ്റ്റിൽ പറയുന്നത് കറക്റ്റാണ്. അതായത് നിങ്ങൾ അവരുടെ സമരത്തിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ച് പോട്ടെ, അത് പിന്നീട് ചർച്ച ചെയ്യാം. അവർ സമരം നടത്തുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷേ ഇങ്ങനെയാണോ ഒരു ജനാധിപത്യ രാജ്യത്ത് ആളുകളെ കൈകാര്യം ചെയ്യേണ്ടതെന്ന ചോദ്യമാണ് ആ സ്റ്റാറ്റസിലാകെയുള്ളത്. നമ്മളതെല്ലാം വായിച്ചാണല്ലോ. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ. അതായത് നിങ്ങൾ ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതിരിക്കാൻ ഈ സർക്കാരിന് കാരണങ്ങളുണ്ടെങ്കിൽ അത് നടക്കട്ടെ. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിൽ അവർ കുറച്ചു നിൽക്കാനാണ് കാരണങ്ങളുണ്ടെങ്കിൽ ആകട്ടെ. ചർച്ച നടത്താൻ ഇവർ സമ്മതിക്കുന്നില്ല, കേന്ദ്ര സർക്കാർ സമ്മതിക്കുന്നില്ല എന്നാണെങ്കിൽ അതുമാകട്ടെ. പക്ഷേ ഒരു സമരത്തെ ഈ രാജ്യത്തിനകത്ത് തന്നെയുള്ള കുട്ടികൾ, അതും അവിടെ വന്ന് നിൽക്കുന്ന ആളുകൾ ആരൊക്കെയാണ് ഹർഷ? അതായത് ഞാൻ RSS ആണ്, ഞാൻ BJP ആണെന്ന് പറയുന്ന എത്രയോ രക്ഷിതാക്കൾ അവിടെ കാണാം. ഞാൻ RSSന് BJPയുടെ പാർട്ടി ഈ മെമ്പർഷിപ്പ് ഹോൾഡറാണെന്ന് പറയുന്ന ആളുകൾ അവിടെ കാണാം. അവരുടെ കുട്ടികളടക്കമുള്ള ആളുകൾ അവിടെയുണ്ട്. അപ്പോൾ എന്തിനാണ് അവരോട് ഇങ്ങനെ ക്രൂരമായിട്ട് പെരുമാറുന്നത്? എന്തിനാണ് ഈ ഡൽഹി പോലീസ് ഗുണ്ടകളെ പോലെ അങ്ങോട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കിടയിലേക്ക് ഇറക്കി വിട്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിന് എന്ത് മറുപടിയാണ് ഇവർ നൽകുക? പിന്നെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നു എന്ന് പറയുന്നത് ഇവർ ഇത്രമാത്രം ബേജാറാകുന്നത് എന്തിനാണ് ഈ സർക്കാർ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പണ്ട് 1956 മറ്റോ 140 പേര് ഭരിച്ച ഒരു റെയിൽവേ അപകടം, ട്രെയിൻ അപകടം ഈ മദ്രാസിലുണ്ടായപ്പോൾ, തമിഴ്നാട്ടിലുണ്ടായപ്പോൾ റെയിൽവേ മന്ത്രിയായിരുന്ന ലാൽ ബഹാദൂർ ശാസ്ത്രി രാജിവെച്ചു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. എന്തിനാണ്? അദ്ദേഹമാണോ വണ്ടി ഓടിച്ചിരുന്നത്? അല്ല, അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിന് വീഴ്ച വന്നു, അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം തനിക്കുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം രാജിവെച്ചത്. അതിനുശേഷവും പല സംഭവങ്ങൾ, TT കൃഷ്ണമാചാരി തൊട്ട് രാജ വരെയുള്ളത്. രാജക്കെതിരെ വ്യക്തിപരമായിട്ടുള്ള കേസ് തന്നെ ഉണ്ടെന്ന് വിചാരിക്കാം. AK ആന്റണി ഇവർ രാജിവെച്ചിട്ടുണ്ട്. അവർക്കാർക്കും പല കേസുകളിലും ഈ TT കൃഷ്ണമാചാരിയും ലാൽ ബഹാദൂർ ശാസ്ത്രിയും അതിനുശേഷം അദ്ദേഹം പ്രധാനമന്ത്രിയായത്. അപ്പോൾ ലാൽ ബഹാദൂർ ശാസ്ത്രി കാണിച്ചത് ധാർമ്മികമായ ഉത്തരവാദിത്വം കൊണ്ടാണ്. ഇതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം എത്രമാത്രം വലുതാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. അതായത് പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായാൽ ആർക്കാ അതിൻ്റെ ക്രെഡിറ്റ് കിട്ടുന്നത്? അത് വിദ്യാഭ്യാസ മന്ത്രിക്കാണ്. നോക്കൂ, ഈ രാജ്യത്ത് പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടായാൽ അതിൻ്റെ ക്രെഡിറ്റ് ആർക്കാണ് കിട്ടുന്നത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ്. ഏത് ആകാശത്തേക്ക് റോക്കറ്റ് വിടുമ്പോൾ, നമ്മുടെ സംവിധാനങ്ങൾ റോക്കറ്റ് വിടുകയും അവിടെ വിജയിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്കണായിട്ട് നമ്മൾ കണ്ട് സന്തോഷിക്കുന്നതും ആ ക്രെഡിറ്റ് പോകുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൂടെയല്ലേ? അദ്ദേഹം എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഇതിന് ഈ ശാസ്ത്രജ്ഞർക്ക് ഒപ്പം ഇരുന്നിട്ട് എന്തെങ്കിലും അതിൻ്റെ വർക്കിൽ ഇടപെട്ടിട്ടല്ലല്ലോ അദ്ദേഹത്തിന് ആ ക്രെഡിറ്റ് കിട്ടുന്നത്. അത് ഈ രാജ്യത്തിൻ്റെ തലപ്പത്തുള്ള ആളാണ്, ഈ സംവിധാനങ്ങളുടെ തലപ്പത്തുള്ള ആളാണ് എന്നതുകൊണ്ട് നിശ്ചയമായിട്ടും ഇതിൻ്റെ ഒരു ഗ്ലോറി അദ്ദേഹത്തിലേക്ക് പോകും. അതുപോലെ തന്നെയാണ് ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ നിശ്ചയമായിട്ടും അതിൻ്റെ കുഴപ്പങ്ങളും തലപ്പത്തുള്ള ആളിലേക്ക് പോകും. ഇപ്പോൾ നീറ്റ് പരീക്ഷ ഇങ്ങനെയായി ഇത്രമേൽ കുഴപ്പം പിടിച്ചതായി പോയി. 1036 കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്നാണ് കേൾക്കുന്നത്. ഇപ്പോൾ നീറ്റ് പരീക്ഷ കുഴപ്പത്തിലാണ് പോയത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയും ഇന്ന് പാർലമെൻറ്റിൽ NDA യോഗത്തിനകത്ത് സമ്മതിച്ചു എന്നാണല്ലോ കിരൺ റിജിജു എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ അവിടെ അദ്ദേഹം പറഞ്ഞു കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കും. എന്ന് വെച്ചാൽ അവിടെ ഒരു പ്രശ്നമുണ്ടായി എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ആ പ്രശ്നത്തിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം നോക്കൂ. ഇവിടുത്തെ വിദ്യാഭ്യാസപരമായിട്ട് വളരെയേറെ ഔന്നത്യത്തിലേക്ക് പോയാൽ ഈ വിദ്യാഭ്യാസ മന്ത്രിക്ക് ക്രെഡിറ്റ് കിട്ടുമെങ്കിൽ വളരെ താഴെ ആ സംവിധാനം പോയാൽ അതിൻ്റെ കുഴപ്പവും അദ്ദേഹത്തിനുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഉത്തരവാദിത്തം എടുത്തിട്ട് അദ്ദേഹം രാജിവെക്കേണ്ടതാണ്. അത് അദ്ദേഹം സ്വയം തന്നെയും ലാൽ ബഹാദൂർ ശാസ്ത്രി എന്ന പോലെ ഞാനത് ചെയ്യുകയാണ്, ഇതിനുശേഷം നമുക്ക് തിരിച്ചു വരാനാണെങ്കിൽ അപ്പോഴും നോക്കാം എന്ന തീരുമാനം അദ്ദേഹം എടുക്കേണ്ടതാണ്. ഇനി അതല്ല, അത് പറ്റില്ലെങ്കിൽ അമിത്ഷായും
പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ നിങ്ങൾ താഴേക്ക് ഇറങ്ങും, നമുക്ക് കാര്യങ്ങളൊന്ന് പരിഹരിച്ചതിന് ശേഷം മറ്റു കാര്യങ്ങൾ ആലോചിക്കാം എന്ന് പറയാം. BJPയുടെ ലീഡർഷിപ്പ് അദ്ദേഹത്തോട് പറയേണ്ടതാണ്. BJPക്ക് മുന്നിലുള്ള അവരുടെ ലീഡർഷിപ്പായിട്ടുള്ള RSS, രാഷ്ട്രീയ സ്വയം സേവക് സംഘ്, ഇവരോട് പറയണ്ടേ, നിങ്ങളിതാ ധാർമ്മികത എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ, നിങ്ങൾ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, താഴേക്ക് ഇറങ്ങൂ, ബാക്കി നമുക്ക് നോക്കാം എന്ന് പറയേണ്ടതിന് പകരം ഇത്രമാത്രം വലിയൊരു പ്രശ്നം സമീപകാലത്തൊന്നും രാജ്യത്തുണ്ടാകാത്തത്ര വലിയ പ്രശ്നമുണ്ടായിട്ട് ഇത്രയും കുട്ടികൾ 20കളിലുള്ള കുട്ടികൾ അവരുടേതല്ലാത്ത കുറ്റം കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സാഹചര്യത്തിൽ ലക്ഷക്കണക്കിന് രൂപയും കഠിനാധ്വാനവും ഉറക്കമില്ലാത്ത രാപകലുകളും ചെലവഴിച്ചിട്ട് ഈ കുട്ടികളെ അവിടേക്ക് എത്തിച്ച് ഭാവി അവർ മെച്ചപ്പെടുത്തിക്കൊള്ളൂ എന്ന് കരുതിയിട്ട് അവരുടെ ആത്മഹത്യ തന്നെയും ഉണ്ടായ അവരുടേതല്ലാത്ത കുറ്റം കൊണ്ട് അവർ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന രക്ഷിതാക്കളുടെ കണ്ണീര് ഇവിടെ ഇങ്ങനെ വീണ് പൊള്ളുമ്പോൾ നിങ്ങളൊന്ന് താഴേക്ക് ഇറങ്ങൂ എന്ന് അവരോട് പറയേണ്ടുന്ന ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞില്ല, ഇപ്പോഴും പറയുന്നില്ല. അത് ഉന്നയിച്ച് സമരവുമായിട്ട് വന്ന ഈ പാവപ്പെട്ട ചെറുപ്പക്കാരെ അടിച്ച് ഓടിക്കുകയാണ്. ഈ രാജ്യത്തിൻ്റെ തലസ്ഥാനത്തിൻ്റെ മണ്ണിൽ വീഴുന്ന ഈ കണ്ണീരിൻ്റെയും ചോരയുടെയും ഉത്തരവാദിത്വം അവർക്ക് മാത്രമാണല്ലോ ഹർഷ. അത് ഈ ഗുണ്ടകളെ പോലെ ഈ പോലീസിനെ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ട് ഇപ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധിയോടും KC വേണുഗോപാലിനോടും ഇതാണ് ചെയ്തതെങ്കിൽ ദുർബലരായിട്ടുള്ള ഈ കുട്ടികളോട് എന്തായിരിക്കും ഇന്നലെ ചെയ്തിട്ടുണ്ടാവുക? വിഷ്വലുകളിലും ക്യാമറകളിലും പതിഞ്ഞതിനേക്കാൾ അപ്പുറത്ത് എന്തൊക്കെ ക്രൂരതകൾക്ക് ആ കുട്ടികൾ ഇരയായിട്ടുണ്ടാകും, പെൺകുട്ടികളും ആൺകുട്ടികളും എന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഇതിനെതിരെ രോഷം ഉണ്ടാകുന്ന ആളുകളിൽ ഈ കേന്ദ്രം ഭരിക്കുന്ന BJPയോട് സപ്പോർട്ട് ചെയ്യുന്ന, അവർക്ക് എപ്പോഴും വോട്ട് ചെയ്യുന്ന, അവർക്ക് മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ എന്ന നിലപാടെടുത്ത മനുഷ്യർ പോലും ഉണ്ടാകുന്നത് ഞാൻ ആത്മാർത്ഥമായിട്ട് വിചാരിക്കുകയാണ്. ഇതിൻ്റെ ചോരയും ഇവരുടെ കണ്ണീരും വീണ് പൊള്ളിക്കുന്ന ഈ സംഭവത്തിൽ കേന്ദ്ര സർക്കാരിന് ഒന്നും പറ്റുകയില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അതികഠിനമായിട്ടുള്ള ആത്മവിശ്വാസമാണ്. ഇപ്പോൾ ചിരാഗ് പാസ്വാൻ്റെ ചബ്ദം നമ്മൾ കേട്ടല്ലോ, ചെറിയ ചെറിയ ശബ്ദങ്ങൾ, ഇതുവരെ ശബ്ദങ്ങൾ ഉയർത്താത്ത സ്ഥലങ്ങളിൽ നിന്ന് കൂടെ വരികയാണ്. അപ്പോൾ അത് ചെറിയ മട്ടിലല്ല അത് അവസാനിക്കുക. ഒരു സമരവും നമുക്കറിയാലോ ഹർഷ, അതായത് ചരിത്രം പഠിക്കുന്ന ആൾക്കറിയാം, ഒരു സമരവും പ്രത്യേകിച്ച് യുവാക്കളുടെ പ്രശ്നങ്ങളെ, ജെന്യുവിനായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അടിച്ചും മസിൽ പിടിച്ചും തല്ലിയും താഴേക്ക് വീഴ്ത്താൻ പറ്റില്ല എന്നുള്ളത് ചരിത്രം നൽകുന്ന മുന്നറിയിപ്പാണ്. അത് മനസ്സിലാകുമായിരിക്കും അവർക്ക്. ഇത് സത്യത്തിൽ ഇതെല്ലാം പറയുമ്പോഴും ഈ ദൃശ്യങ്ങൾ കണ്ടതിൻ്റെ ഷോക്കാണ്, ഭയമാണ് ആകെപ്പാടെയുള്ളത്. ഭയം കൊണ്ട് ആളുകളെ പേടിപ്പിച്ച്, എല്ലാവരെയും പേടിപ്പിച്ചിട്ട്, കുട്ടികളും മക്കളൊക്കെ ഉള്ള ആളുകളാണ് എല്ലാവരും, അപ്പോൾ അവരെല്ലാവരെയും പേടിപ്പിച്ചിട്ട് നിശബ്ദരാക്കാൻ പറ്റും എന്ന് കേന്ദ്ര സർക്കാർ വിചാരിക്കുന്നുണ്ടെങ്കിൽ ചരിത്രം പക്ഷേ അതിന് ബദലായിട്ടുള്ള തെളിവാണ് തരുന്നത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും. അതായത് ഇന്നലെ ആദ്യം നമ്മൾ ടെലിവിഷൻ ചാനലുകളിലൂടെയാണ് ഈ ദൃശ്യങ്ങളൊക്കെ കാണുന്നത്, പോലീസ് നടപടിയുടെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. ടെലിവിഷൻ ചാനലുകളിലൂടെ അത് കാണുമ്പോഴുള്ള ഒരു പരിമിതി യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ എത്ര ഭീകരമായിരുന്നു, എത്ര ക്രൂരമായിരുന്നു പോലീസിൻ്റെ നടപടി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാണ്. ഒന്ന്, ഇത് വിദ്യാർത്ഥികളുടെ സമരമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഇതെല്ലാം എന്തെങ്കിലും തെളിവ് അവശേഷിപ്പിക്കാൻ അവർ ശ്രമിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട്, ഇതിനെല്ലാം തെളിവ് കണ്ടെത്താൻ, പോലീസിൻ്റെ ഈ അതിക്രമത്തിന് തെളിവ് കണ്ടെത്താൻ കൃത്യമായി ശ്രമിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് ഇതെല്ലാം പരമാവധി ഫോണിൽ പകർത്തി. വേറൊരു കാര്യം, ഈ പോലീസിൻ്റെ നടപടി എന്നത് ഏറ്റവും ആസൂത്രിതമായ ഒരു നടപടിയായിരുന്നു. ഇന്നലെ എന്ത് ന്യായീകരണങ്ങളൊക്കെയാണ് പറഞ്ഞത്? ഇത് വിദ്യാർത്ഥികൾ സംഘർഷമുണ്ടാക്കി, വിദ്യാർത്ഥികൾ പോലീസിന് നേരെ തിരിഞ്ഞു, അതുകൊണ്ട് പോലീസ് തിരിച്ച് നടപടിയിലേക്ക് കടന്നതാണ് എന്നല്ലേ പറഞ്ഞത്? അങ്ങനെയേ അല്ല എന്ന് ഉറപ്പിക്കാവുന്ന കാര്യമല്ലേ ഇത്? ഇന്നലെ നമ്മൾ ലോങ് ഷോട്ടിൽ കാണുന്ന ദൃശ്യങ്ങളിൽ പോലീസേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമ്മൾ ക്ലോസപ്പിൽ കാണുന്ന ദൃശ്യങ്ങളിൽ ഒരൊറ്റ പോലീസുകാരനും നെയിം ബോർഡില്ല, ഒരു നെയിം പ്ലേറ്റ് ഇല്ല. നെയിം പ്ലേറ്റ് ഇല്ലാതെയാണ് മുഴുവൻ പോലീസുകാരും ഇറങ്ങി. അങ്ങനെ ഒരു പോലീസ് നടപടി ഉണ്ടാവാറുണ്ടോ? ചില പോലീസുകാരൊക്കെ, ചില തല്ലുകാരായ പോലീസുകാരെ ഇറക്കുമ്പോൾ അവർ അഴിച്ചു വെക്കും എന്നൊക്കെയുള്ളത് നമ്മൾ മുമ്പും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, കേരളത്തിലടക്കം നടന്നിട്ടുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല. കാണുന്ന ഒരു പോലീസുകാരനും ഒരു പോലീസുകാരിക്കും നെയിം പ്ലേറ്റ് ഇല്ല. ഏതാണ്ട് പകുതിയോളം പോലീസുകാർ മുഖം മൂടിക്കെട്ടി, ഏതാണ്ട് ഗുണ്ടകൾ വരുന്ന മട്ടിലാണ് ഇവർ ഈ വരുന്നത്. ഒറ്റയാളും ഇതിനകത്ത് വലിയൊരളവ് ആളുകൾ ലാത്തിയുമായി ഇരിക്കുന്നത് യൂണിഫോമിലല്ല. യൂണിഫോമിലുള്ളവരുടെ തന്നെ വേഷത്തിന് പകുതി കാര്യങ്ങളെ യൂണിഫോമിൽ വേണ്ട കാര്യങ്ങളുള്ളൂ. ഇത് രാജ്യ തലസ്ഥാനത്താണ് നടക്കുന്നത്. ഈ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ഒരു ഉത്തരവാദിത്വമുള്ള സർക്കാർ ഭരിക്കുന്ന ഒരു സംവിധാനമുള്ളിടത്ത് ഇങ്ങനെ സംഭവിക്കുമോ? നമ്മൾ പുരോഗമിക്കുക എന്നുള്ളത് എങ്ങനെയാണ് പുരോഗമിക്കുക? ഒരു രാജ്യം എങ്ങനെയാണ് പുരോഗമിക്കുക? സംസ്കാരം വേണ്ടേ ഈ പോലീസിന്? അതില്ല. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് എന്താണ് നാഷണൽ മീഡിയ എന്ന് നിരന്തരം നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഈ ഇംഗ്ലീഷ് ചാനലുകളോ ഹിന്ദി ചാനലുകളോ ഒന്നും കാണിക്കാത്ത ദൃശ്യങ്ങൾ ഇന്ന് നമ്മൾ കണ്ടില്ലേ? ഞെട്ടിപ്പോയി. കാരണം ഈ കൊച്ചു കുട്ടികളാണല്ലോ സരീഷ്, ഒരു 17, 20, 22 വയസ്സ് പ്രായം മാത്രമുള്ള പെൺകുട്ടികളെ ക്രൂരമായി കൈകാര്യം ചെയ്യുന്ന പോലീസ്, ലൈംഗികമായി ഉപദ്രവിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാത്തി വെച്ച് പിന്നിലൂടെ സ്വകാര്യ ഭാഗത്ത് കുത്തുക, എന്നിട്ട് ചിരിക്കുക പോലീസുകാർ. ഇതൊക്കെ എങ്ങനെയാണ് ഈ രാജ്യത്ത് സംഭവിക്കുക? രാജ്യ തലസ്ഥാനത്ത് അത് ഈ നെയിം പ്ലേറ്റ് ഒന്നും വെക്കാതെ മുഴുവൻ പോലീസും ഇങ്ങനെ ഇറങ്ങി തിരിക്കണമെങ്കിൽ ഇത് ആസൂത്രിതമല്ലേ?
ആസൂത്രിതമാണല്ലോ. ആളുകളുടെ തല തല്ലിപ്പൊളിക്കുകയാണ്. ഇപ്പോൾ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ കിടക്കുന്ന 20-കാരി വെന്റിലേറ്ററിലാണ്. വെന്റിലേറ്ററിൽ അടിച്ചൊരു വിദ്യാർത്ഥിയെ എത്തിക്കാൻ തക്കവണ്ണം ഈ കാര്യങ്ങൾ വളർന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇതിൻ്റെ ഉത്തരവാദിത്വം പറയേണ്ടത് ആരാണ്? ഈ ധർമ്മേന്ദ്ര പ്രധാനാണോ? അമിത്ഷായാണ്. ഈ ആഭ്യന്തര വകുപ്പിൻ്റെ കെടുകാര്യസ്ഥത കൊണ്ട് കൂടിയാണല്ലോ ഇതിപ്പോൾ സംഭവിക്കുന്നത്. ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്നാൽ, സനീഷ് ആഭ്യന്തരമന്ത്രിയായിരുന്നാൽ നെയിം പ്ലേറ്റ് ഇല്ലാതെ പോലീസ് ഇറങ്ങി നാട്ടുകാരെ തല്ലിച്ചതയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയില്ല എന്നാണ് എനിക്ക് ഉറപ്പുണ്ട്. ഉറപ്പുണ്ട്. അല്ല, ആരായാലും, അതായത് ഭരണഘടനാ സംവിധാനം എങ്ങനെയായിരിക്കെ ആരായാലും അങ്ങനെയല്ലോ. അതാണ്, ഈ രാജ്യം ഭരിക്കുമ്പോൾ ഇതിന്റെ ഭരണഘടനയോട്, ഇവിടുത്തെ ജനതയോട് ഉത്തരവാദിത്വത്തോടെ വേണമല്ലോ ഭരിക്കാൻ. അതല്ലല്ലോ ഇത് ചെയ്യുന്നത്. ഇത് ക്രൂരമായി അടിച്ചമർത്തുക, വിദ്യാർത്ഥികളുടെ തല തല്ലിപ്പൊളിക്കുക, ഇതെന്തുമാകാം. കാരണം ഇത് ഏതറ്റം വരെ പോയാലും ഒന്നും ഇവിടെ സംഭവിക്കില്ല എന്നുള്ള ആ ധാർഷ്ട്യത്തിൽ നിന്നും ധൈര്യത്തിൽ നിന്നുമാണ് ഇത്തരം തോന്നിയാസങ്ങൾ ചെയ്തു കൂട്ടുന്നത്. അതിനകത്ത് ഒരു സംശയവുമില്ല. ഇപ്പം നമ്മളെല്ലാം ഈ കാര്യത്തിൽ എന്താണ് ഇത് കാണുമ്പോൾ നീറ്റ് ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ളത് മാത്രമല്ല നമ്മുടെ പ്രശ്നം. അതിന് മുമ്പ് തന്നെ നീറ്റ് എത്രയോ തവണ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞു 3-4 സിനിമ ഈ നീറ്റുമായി ബന്ധപ്പെട്ട് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. കാരണം അതൊരു പ്രശ്നമാണ്, അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പക്ഷേ ആ വിഷയത്തെ ആ നിലയ്ക്ക് കാണാൻ ഇവരാരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണല്ലോ. ഇതുവരെ തയ്യാറായിട്ടില്ല. എല്ലാം എന്തെങ്കിലും തട്ടിയൊപ്പിച്ചു പോകാം. ഇവിടെ ഇതിനപ്പുറം എന്ത് ഈ രാജ്യത്ത് സംഭവിക്കാനാണ് എന്നുള്ള മട്ടിൽ ഒരു വെള്ളരിക്ക പട്ടണം കൈകാര്യം ചെയ്യുന്നത് പോലെ ഇത് കൈകാര്യം ചെയ്തു പോവുകയാണ് ഇവർ ചെയ്തത്. ഇതുവരെ ഈ 2017 മുതൽ ഇങ്ങോട്ട് ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടായിട്ട് 2024 ഇതിനേക്കാൾ ഗുരുതരമായ സാഹചര്യം ഉണ്ടായിട്ട് പ്രത്യേകിച്ച് ഒരു നടപടി ഉണ്ടാവാത്തത് കൊണ്ടാണ് 2026 വീണ്ടും ചോദ്യപേപ്പർ ചോരുന്നത്. ചോർന്ന ചോദ്യപേപ്പർ വീണ്ടും തിരിച്ച് അത് മാറ്റി ആ എക്സാം തന്നെ ക്യാൻസൽ ചെയ്ത് അടുത്തത് നടത്തുമ്പോൾ അവിടെയും വിദ്യാർത്ഥികളുടെ ആത്മഹത്യ നടക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കുക. അവിടെ ആരോപണങ്ങൾ ഉണ്ടാകുന്നു ആ പരീക്ഷാ നടത്തിപ്പിനെ കുറിച്ച്. അവിടെ ഒരു പുനർവിചിന്തനത്തിന് ഈ സർക്കാർ തയ്യാറാകുന്നില്ലെങ്കിൽ അത് എന്താണ്, അവർ ഈ ഭരണത്തെക്കുറിച്ച്, രാജ്യഭരണത്തെക്കുറിച്ച്, അവർക്ക് പ്രാപ്യമായിരിക്കുന്ന അധികാരത്തെക്കുറിച്ചൊക്കെയുള്ള അവരുടെ ബോധ്യങ്ങൾ എന്നത് നമ്മളെ പേടിപ്പെടുത്തുന്നത് തന്നെയാണ്. കാരണം ഒരു സമഗ്രാധിപത്യ സർക്കാരിൻ്റെ സ്വഭാവത്തിലേക്ക് പൂർണ്ണമായി അവർ മാറിയിരിക്കുന്നു എന്നുള്ള തോന്നലാണല്ലോ ഇന്നിപ്പോൾ ഈ കുട്ടികൾ തന്നെ പറയുന്നത്. ഇന്നിപ്പോൾ അഭിജിത് ദീപ്കെ അടക്കമുള്ളവർ പറയുന്നതാണ് ഇത് ആ രീതിയിലാണ് വരുന്നത്. കാരണം പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് ഇനി എങ്ങനെ കാണാൻ കഴിയും എന്നുള്ള ആശങ്കയാണ് അവർ പറയുന്നത്. അങ്ങനെയല്ലല്ലോ, ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സംവിധാനമാണിത് എന്നുള്ള തോന്നലിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു. എന്നിട്ട് ലോകം മുഴുവൻ പച്ച നുണ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ സോനം വാങ്ചുക്കിനെ കുറിച്ചൊക്കെ കേരളത്തിലൊക്കെയുള്ള മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകൾ പോലും എന്ത് നുണ പ്രചരിപ്പിക്കും. എങ്ങനെ ഇതിനൊക്കെ മനസ്സ് വരുന്നു? മിനിമം അതായത് രാഷ്ട്രീയം പറയേണ്ടത്, ഇപ്പോൾ ആളുകൾക്ക് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയം പറഞ്ഞോട്ടെ, പക്ഷെ നുണ പറയേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ അല്ലെങ്കിൽ ഞാൻ വാതുറന്ന് നുണ പറയേണ്ടി വരും ഈ കാര്യത്തിൽ പ്രതികരിക്കണമെങ്കിൽ എന്നുള്ളൊരവസ്ഥയുണ്ടെങ്കിൽ മിണ്ടാതിരിക്കാമല്ലോ. അതിനു പകരം മാധ്യമപ്രവർത്തകരാണെന്ന് പറഞ്ഞിട്ട് പച്ച നുണ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അവസ്ഥ അത് ഇന്ന് ഈ ഏറ്റവും ഒടുവിൽ കണ്ട ഒരു കാര്യം, ഇന്നും വേറൊരു കക്ഷി, ഇവിടുത്തെ ഒരു പണ്ഡിത ശിരോമണി ഒരു യൂട്യൂബ് ചാനലിലിരുന്ന് പറയുകയാണ് സോനം വാങ്ചുക്ക് കാശ് മേടിച്ചിട്ടാണ് ഈ പരിപാടി മുഴുവൻ ചെയ്യുന്നത്. അദ്ദേഹം പ്രസംഗിക്കാൻ പോകുമ്പോൾ കാശ് മേടിക്കാറുണ്ട്. എങ്ങനെയുണ്ട്? പ്രസംഗിക്കാൻ പോകുമ്പോൾ കാശ് മേടിക്കാറുണ്ട്. അതുകൊണ്ട് ഇത് കാശ് മേടിച്ചിട്ട് സത്യാഗ്രഹത്തിന് വന്നിരിക്കുന്നത്. CJPയുടെ ചാനൽ, CJPയുടെ ഫേസ്ബുക്ക് പേജിൽ, ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു കുട്ടിയോട് ഇങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങൾ കാശ് മേടിച്ചിട്ടാണ് ഈ സമരത്തിൽ വരുന്നതെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അയാൾ ഒട്ടും ശബ്ദം മാറ്റാതെ ആ കുട്ടി പറയാണ്, അതെ ഞാൻ കാശ് മേടിച്ച പാകിസ്ഥാൻ എനിക്ക് 40 രൂപ ബസ്സിനുള്ള പൈസ തന്നിട്ടുണ്ട്. അതല്ല, വേറൊരു കുട്ടി ഇന്നിപ്പോൾ ഇത് ഫണ്ടഡ് സമരം എന്നാണല്ലോ ഈ ആരോപണം ഉയരുന്നത്. ഈ ഫണ്ടഡ് സമരം എന്നുള്ള റിപ്പോർട്ടിങ് ഇങ്ങനെ ഒരു ഭാഗത്ത് നടക്കുന്നതിനിടയ്ക്ക് ഒരു പയ്യൻ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ അവിടെ കുറേ കണ്ടന്റ് ക്രിയേറ്റേഴ്സും യൂട്യൂബേഴ്സും ഒക്കെ ഈ സമരത്തിന് അനുകൂലമായി വന്ന് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരാൾ ചെല്ലുമ്പോൾ കാണുന്ന സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചോറ്റുപാത്രത്തിൽ നോക്കുമ്പോൾ കുറച്ച് നിലക്കടലയും ഒരു ഉള്ളിയുമാണ് കഴിക്കുന്നത്. അതാണ് ഭക്ഷണം കഴിക്കാനാകുള്ളത്. അപ്പോൾ അയാൾ തന്നെ പറയുന്നുണ്ട്, ഇതാണ് കേട്ടോ ഫണ്ടഡ് സമരത്തിൻ്റെ അവസ്ഥ ഇതാണ്. ഇന്നലെ ഇത് ഭയങ്കര ആസൂത്രിതമായി വെൽ ഓർഗനൈസ്ഡായി ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന പോലുള്ള ഒരു പ്രതിഷേധ സമരമല്ല, വിദ്യാർത്ഥികളുടെ ഒരു രോഷമണ പൊട്ടിയിട്ട് അവർ ഒഴുകിയെത്തുന്നതാണ്. അതിലെല്ലാം 10-16 വയസ്സുള്ള കുട്ടികൾ തൊട്ട് അവരുടെ രക്ഷിതാക്കൾ അടക്കമുള്ള ആളുകൾ ഉൾപ്പെടുന്ന ഒരു സമൂഹമാണ് അവിടെ സമരത്തിനെത്തിയിരിക്കുന്നത്. ഇവരെ എങ്ങനെയാണ് ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കാൻ തോന്നുക? ഈ പോലീസുകാർക്കൊക്കെ വീട്ടിൽ മക്കളുള്ളവരല്ലേ, മക്കളുള്ളവരല്ലേ, അത് പോലും തോന്നാതെ ഇങ്ങനെ ക്രൂരമായി വെറുതെ മർദ്ദിക്കുക മാത്രമല്ല ഈ പെൺകുട്ടികളെ
ചെറിയ പെൺകുട്ടികളെ അവരെ വസ്ത്രം വലിച്ചു കീറുന്നതൊക്കെ ആയിട്ട് ആരോപിക്കുന്നത് വനിതാ പോലീസുകാരാണ്. അതെ. അതായത് അധികം പ്രായമില്ലാത്ത വനിതാ പോലീസ്. അപ്പോൾ ഇവരെയൊക്കെ യന്ത്ര സമാനരാക്കിയിട്ട് വിട്ടിരിക്കുകയാണ്. ഇലക്ട്രിക് ലാത്തി വെച്ചിട്ട് ക്രൂരമായി വ്യാപകമായി ഇലക്ട്രിക് ലാത്തി പ്രയോഗിക്കുകയാണ്. പെൺകുട്ടികൾക്ക് നേരെ ഇലക്ട്രിക് ലാത്തി ഇങ്ങനെ ഒരു നിർദാക്ഷിണ്യം പ്രയോഗിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് എന്താണ്? അതിനെ എങ്ങനെയാണ് നമുക്ക് ഇതിനെ വിശദീകരിക്കാനാവുക? അത്ര മോശം അവസ്ഥയിലേക്ക് കാര്യങ്ങളെ ഒറ്റ കാര്യം കൂടെ പറയട്ടെ ഹർഷ. അതായത് ഇപ്പോൾ കോൺഗ്രസ് ഇപ്പം ഈ ഇത്രയും ദിവസം കോൺഗ്രസ് അവിടെ സജീവമായിട്ടുണ്ടായിരുന്നില്ല. അതായത് ഈ പറയുന്ന പോലെ എന്താണ് നമ്മുടെ അവിടെ ഇദ്ദേഹം പവൻ ഖേര ചെന്ന് സമരപന്തലിൽ ചെന്നിരുന്നെങ്കിലും ഇന്നലെ നമ്മൾ കണ്ട വാർത്ത ജോൺ ബ്രിട്ടാസിനോട് ഇദ്ദേഹം ആരാണ് ജയറാം രമേശ് പറഞ്ഞു RSSന്റെ പിന്തുണയുള്ള സമരമാണെന്ന് പറഞ്ഞു എന്നുള്ള വാർത്ത വന്നു. പക്ഷേ അതിൻ്റെ വിശദാംശങ്ങൾ പിന്നെ കണ്ടില്ല. എന്തായാലും കോൺഗ്രസിന് വലിയ അനുകൂല നില ഉണ്ടായിരുന്നില്ല CJPയുടെ സമരത്തോട് എന്ന് നമ്മൾ അറിഞ്ഞതാണ്. ഇന്നും CJPയുടെ സമരത്തിനടുത്ത് സ്ഥലത്തേക്ക് പോയിട്ട് അവർക്ക് കൈ കൊടുത്ത് ഒപ്പം ഇരിക്കുകയല്ല ചെയ്തത് ഈ പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുന്നിലേക്ക്. എന്തായാലും അവർക്ക് ഈ ഗൗരവം മനസ്സിലായി. വൈകിട്ടാണെങ്കിലും ഏറ്റവും വൈകിട്ട് കാര്യം മനസ്സിലായ യഥാർത്ഥ ഈ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ്. ഏറ്റവും വൈകിട്ട് മനസ്സിലായ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. പക്ഷേ മനസ്സിലായപ്പോൾ വല്ലാത്തൊരു മനസ്സിലായാലായിപ്പോയി. കാരണം വലിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മൂക്കിന്ന് ചോര വരികയാണ്. അതായത് ഹർഷം 45% വോട്ടാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് ആകെപ്പാടെ കിട്ടിയത്. 45. 39% വോട്ട് ഈ ഇന്ത്യ മുന്നണിക്ക് ആകെയുണ്ട്. ഇന്ത്യ മുന്നണി എന്ന് അന്ന് നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾക്കാകെ ഇപ്പോൾ യഥാർത്ഥത്തിൽ അതേക്കാൾ കൂടുതൽ പാർട്ടികളുണ്ട്. അതായത് ഇന്ത്യ മുന്നണിക്ക് പുറത്ത് നിൽക്കുന്ന പാർട്ടികളുണ്ട്. ഇവരെല്ലാവരും കൂടെ ചേർന്നൊരു ചെറിയ വോട്ട് വ്യത്യാസം മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ നമ്പർ, അതായത് ഈ പാർലമെൻറ്റ് അംഗങ്ങളുടെയും മറ്റും നമ്പറിൽ വ്യത്യാസം ഉണ്ടെങ്കിലും വോട്ട് വ്യത്യാസം, ഇന്ത്യയിലെ ജനതയുടെ വോട്ട് വ്യത്യാസം, വോട്ട് എടുത്തു നോക്കിയാൽ മൊത്തമായിട്ട് വോട്ട് കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ചെറിയ വ്യത്യാസം മാത്രമേ NDAയും അവരെ എതിർക്കുന്ന പാർട്ടികളും തമ്മിലുള്ളൂ. അപ്പോൾ ആ എതിർക്കുന്ന പാർട്ടികളുടെ 45% വോട്ട് BJPക്കും NDAക്കും ഉണ്ടെങ്കിൽ 40%-ഓളം വോട്ട് കൈവശം വെക്കുന്ന മറുപക്ഷത്തിൻ്റെ നേതാവാണ്, സിംഗിൾ നേതാവാണ്, ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയാണ് നെയിം പ്ലേറ്റ് പോലും വെക്കാത്ത പോലീസുകാർ വന്ന് വലിച്ചിഴച്ച് കൊണ്ടുപോയത്. അതായത് ഒരു പ്രതിപക്ഷ നേതാവിനെ ഒരു രാഷ്ട്രീയ സമരത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് പേപ്പർ കൊടുത്ത് അറസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യമൊന്നുമില്ല. ഏതോ നെയിം പ്ലേറ്റ് വെക്കാത്ത ഒരു പോലീസുകാരൻ ഈ ഗുണ്ടാ സമാനരായിട്ടുള്ള ആളുകൾ വന്നിട്ട് ഇദ്ദേഹത്തെ വലിച്ചിഴിച്ച് കൊണ്ടുപോവുകയാണ്. അപ്പോൾ സംഭവം സിറ്റുവേഷൻ, ഞാൻ ഇപ്പോൾ വാഹനത്തിനകത്തിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അദ്ദേഹത്തിന് ശരിക്കും മനസ്സിലായി എന്താണ് സിറ്റുവേഷൻ. അദ്ദേഹം വിദേശ രാജ്യത്തായിരുന്നല്ലോ കുറേ കാലം. ഈ കുറേ ദിവസങ്ങളായിട്ട് അദ്ദേഹത്തിന് ഉറപ്പായിട്ടും വിദേശ രാജ്യത്ത് പോകുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങനെ എല്ലായ്പ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് അദ്ദേഹത്തിന് ശീലമായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം യാത്ര കട്ട് ചെയ്ത് വരും. എന്തായാലും വന്നിറങ്ങിയത് ഈ സമരത്തിലേക്കാണ്. ഇത് തീരുമാനമെടുത്തു, അങ്ങോട്ടേക്ക് പോകുന്നു. അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാകില്ല സിംബോളിക്കായിട്ട് കൈയെല്ലാം കെട്ടിയിട്ട് ഈ പഴയ കാലത്ത് ബ്രിട്ടീഷുകാരോട് സമരം ചെയ്യുന്ന കാലത്ത് എന്ന പോലെ നിന്നാൽ ബ്രിട്ടീഷുകാർ പോലും മഹാത്മാഗാന്ധിയോട് ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഏത് പ്രതിപക്ഷത്ത് നിൽക്കുന്ന ആളോട് ഇങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ ഉണ്ടാകുന്ന അദ്ദേഹം അതിൻ്റെ അമ്പരപ്പും ബേജാറും അദ്ദേഹത്തിൻ്റെ മുഖത്തിപ്പോൾ കാണാം. മുഖത്ത് ചോരയും ബേജാറും വേവലാതിയുമാണ് മുഖത്തുള്ളത്. അപ്പോൾ വൈകിപ്പോയി അദ്ദേഹം വരുന്നത്. പക്ഷേ വൈകിയെങ്കിലും കോൺഗ്രസ് എടുത്തത് ഉജ്ജ്വലമായിട്ടുള്ള നിലപാടാണ്. ഇന്നിപ്പോൾ അവിടെ പ്രധാനമന്ത്രിയുടെ മുന്നിൽ പോയിട്ട് സമരം ചെയ്തു. അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ ഈ പറയുന്ന നേതാക്കളെല്ലാം വന്നു. 2 മുഖ്യമന്ത്രി വരെ അവരിറക്കി. അപ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് കോൺഗ്രസ് സജീവമായിട്ട് ഇറങ്ങി എന്നുള്ളത് വലിയ കാര്യമാണ്. അത്രയും ആശ്വാസം. തീർച്ചയായും ഇതിനകത്ത് ഒരു കാര്യം, ഈ സമരം ആരംഭിക്കുമ്പോൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ സമരം നിരാഹാര സത്യാഗ്രഹം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ സോനം വാങ്ചുക്ക് സമരം ആരംഭിക്കുന്നു. അതിന് തൊട്ട് പിന്നാലെ ഐസ, അവർ 6 പേരാണെന്ന് എനിക്ക് തോന്നുന്നത്, 6 പേരാണ് നിരാഹാര സമരത്തിന് അതിന് പിന്തുണയുമായി എത്തുന്നു. SFI പിന്തുണയുമായിട്ട് ആദ്യഘട്ടം മുതൽ സജീവമായി അവിടെയുണ്ട്. AISF അവിടെ സജീവമായുണ്ട്. അങ്ങനെ വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു പ്രസൻസ് ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഇത്രയും ഇവരൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് നമ്മൾ നോക്കുമ്പോൾ. അതിനുശേഷം ഈ സമരം അവസാനിച്ചതിൻ്റെ സമരം അവസാനിക്കുക സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിന് ശേഷം പിന്നീട് വീണ്ടും സമരത്തിന് സത്യാഗ്രഹത്തിന് തയ്യാറായി കുറേ വിദ്യാർത്ഥികൾ തന്നെയാണ് രംഗത്ത് വരുന്നത്. അഭിജിത് ദീപ്കെ ആദ്യഘട്ടത്തിൽ സത്യാഗ്രഹത്തിന് തയ്യാറാവുന്നുണ്ട്. പക്ഷേ അവരാവശ്യപ്പെട്ടതിന് ശേഷമാണ് സത്യാഗ്രഹം വേണ്ട എന്ന് വെച്ചത്. ആദർശ് അടക്കമുള്ള ഇവിടെ SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശ് അടക്കമുള്ളവർ സത്യാഗ്രഹത്തിലായിരുന്നു. ഇപ്പോഴും അതെ തുടരുകയാണെന്ന് തോന്നുന്നു. സത്യാഗ്രഹം നിരാഹാരമല്ല, സത്യാഗ്രഹം. അപ്പോൾ ഇവരെല്ലാം സമരം ചെയ്യുമ്പോൾ അവിടെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും എത്തിച്ചേരുന്നുണ്ട്. ഇവിടുന്ന് ഇപ്പോൾ MA ബേബി ഇതുപോലെ വലിച്ചു കൊണ്ടുപോയി, ഓർമ്മയുണ്ടല്ലോ. അതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ K രാധാകൃഷ്ണൻ അവിടെ ആ സമരവേദിയിലേക്ക് കടന്ന് എല്ലാം ശ്രമിക്കുമ്പോൾ തടയുന്നു. അവിടെ MA ബേബി പ്രശ്നം ഉണ്ടാക്കുന്നു പോലീസുമായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു പോലീസ് എങ്ങനെയാണ് ഒരു MP ഒക്കെ അല്ലേ, ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്ന് നമ്മൾ കരുതി. ഇന്നിപ്പോൾ വന്ന് നിൽക്കുമ്പോൾ എവിടെയാണ് എത്തിയിരിക്കുന്നത്? പ്രതിപക്ഷ നേതാവിനെ തന്നെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന സ്ഥിതിയിലേക്ക്. നേരത്തെ സനീഷ് പറഞ്ഞതുപോലെ ഈ 10-22 ദിവസം
ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഈ വിഷയത്തെ പിന്തുണച്ചിടാത്തവരാണ് ഇന്ന് അറസ്റ്റിലായ കോൺഗ്രസ് നേതാക്കൾ എല്ലാം എന്നുള്ളത് ഇത്തരുണത്തിൽ ഓർത്തു പോകണം. പ്രത്യേകിച്ച് കേരളത്തിലെ നേതാക്കന്മാർ ഒരക്ഷരം ഇതേക്കുറിച്ച് മിണ്ടിയിട്ടില്ല, ഈ കാര്യത്തിൽ ഒരു പിന്തുണ കൊടുത്തിട്ടില്ല. ഇന്നലെ പുറത്തു വന്ന വാർത്ത ജയറാം രമേശ് ഇത് BJP പിന്തുണയോടെയുള്ളതാണ് എന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടാവാനുള്ള സാധ്യതയും അവശേഷിക്കുകയാണ്. കാരണം അങ്ങനെയാണ് ഇവരുടെ ചിന്ത പൊതുവേ പോവുക. അതിന് കാരണം എന്താ? രാഹുൽ ഗാന്ധി തന്നെ കരുതിയിരിക്കുന്നത് എന്താണ്? സമരമൊന്നും ചെയ്തിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമില്ല എന്നുള്ള തോന്നൽ പ്രകാശിപ്പിക്കുകയും അത് നാട്ടുകാരോട് വിളിച്ച് പറയുകയും അത് ഇന്ത്യ മുന്നണിയെ തന്നെ തകർക്കുന്നതിലേക്ക് അല്ലെങ്കിൽ അതിനെ ദുർബലപ്പെടുത്തുന്നതിലേക്ക് നിഷ്ക്രിയമാക്കുന്നതിലേക്ക് എത്തിച്ചേരുകയും ഒക്കെ ചെയ്ത സംഭവ വികാസങ്ങൾ. അങ്ങനെ ഇന്ത്യ മുന്നണിക്കകത്ത് ഒരു ബോംബ് പൊട്ടിച്ചതിന് ശേഷമാണ് ഇദ്ദേഹം വിദേശയാത്ര പോയത്. പിന്നെ 10-20 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഈ സമരം നടക്കുന്ന ഈ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ ആരോ ഒന്നുകിൽ അദ്ദേഹത്തിന് തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ആരെങ്കിലും കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഖാർഗെയുടെ വസതിയിലേക്ക് നേതാക്കന്മാരെ എല്ലാം വിളിപ്പിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിമാരെ അടക്കം ഖാർഗെയുടെ വസതിയിലേക്ക് വിളിപ്പിച്ചതിന് ശേഷം നേരെ ഇന്ന് സമരരംഗത്തേക്ക് കിടന്നു. ഇപ്പം വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്, ഈ വിദ്യാർത്ഥികളുടെ സമരത്തെ ഹൈജാക്ക് ചെയ്യുകയാണ് പ്രതിപക്ഷമെന്ന്. അങ്ങനെയൊന്നും കരുതേണ്ടതില്ല. പ്രതിപക്ഷം ഈ സമരം ചെയ്യാനായിട്ടുള്ള ആർജവം പ്രതിപക്ഷത്തെ ഏറ്റവും സുപ്രധാന പാർട്ടി കാണിച്ചല്ലോ എന്നുള്ള സന്തോഷത്തിലായിരിക്കണം ഈ ദിവസം കടന്നു പോകേണ്ടതെന്നാണ്. കാരണം ഇന്നലെ ആ മട്ടിലുള്ള അതിക്രമമാണ് നടന്നത്. അത് കണ്ടപ്പോൾ ഈ സാഹചര്യങ്ങളുടെ ഒരു സ്ഥിതി എന്താണെന്ന് ഇന്നൊരു ദിവസം കൊണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം ഇന്നലെ ഇത് BJP പിന്തുണയ്ക്കുന്ന സമരമാണെന്നായിരുന്നു ഇവരുടെ തോന്നൽ. പിന്നെ ഈ തീരുമാനങ്ങൾ എടുക്കാൻ വൈകുന്നതിൻ്റെ ഒരു പ്രശ്നം പറയാം. ഈ അണ്ണാ ഹസാരെ സമരം നടത്തുന്ന സമയത്ത് എല്ലാ നിർലോഭമായ പിന്തുണ BJPയുടേതും അവിടെ മറ്റു പാർട്ടികളുടേതും മറ്റെല്ലാവരുടെയും പിന്തുണ അവിടെ ഉണ്ടായിരുന്നു. മാധ്യമങ്ങളുടെ അതിനോടുള്ള സമീപനം നമ്മൾ കണ്ടതാണ്. ആ സമരവുമായി ഈ സമരത്തിൻ്റെ ഒരു വ്യത്യാസം എത്ര വലുതാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കും. ഡൽഹിയിൽ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾ സമരം ചെയ്യുകയാണ്. എത്രയോ ന്യായമായ ഒരാവശ്യം. അണ്ണാ ഹസാരെ അന്ന് സമരം ചെയ്ത വിഷയങ്ങളിലൊന്നും പിന്നീടൊരു തെളിവ് കണ്ടെത്താനോ നടപടിയിലേക്ക് പോകാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഓർക്കണം. BJP ഭരിച്ചിട്ടും ഇവിടെ നേരിട്ട് നമുക്ക് മുന്നിൽ വിദ്യാർത്ഥികൾക്ക് നേരിട്ട ഒരു വലിയ അനീതി ചോദ്യം ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ നടത്തുന്ന സമരം ലളിതമായി പരിഹരിക്കാവുന്ന ഒന്ന്. അതിൽ അഭിജിത് ദീപ്കെ ഇന്ന് പറയുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ ഈ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരാൾ ഒരു വാർത്താസമ്മേളനത്തിൽ ചോദ്യം ചോദിക്കുന്നത് ഏതോ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരൊക്കെയാണ്. അതാണ് അവിടുത്തെ അവസ്ഥ. അപ്പോൾ ആ ചോദ്യത്തിന് മറുപടി പറയുന്നുണ്ട്, ഈ നിങ്ങൾ കമ്പനിയിൽ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ നിങ്ങളെ പിരിച്ചുവിടും. അതെന്തിനാണ്? ബാക്കി ജീവനക്കാർക്കൊരു ഭയം വേണം, മര്യാദയ്ക്ക് പണിയെടുക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെടുന്നത്. സർക്കാരിനെ അട്ടിമറിക്കുക എന്നുള്ളതല്ലല്ലോ ലക്ഷ്യം. മര്യാദയ്ക്ക് ഈ പണി എടുത്തില്ലെങ്കിൽ ഒരു ചോദ്യം ചെയ്യും, ജനം ചോദ്യം ചെയ്യും, ചിലപ്പോൾ പണി പോകും എന്നുള്ള ബോധ്യം ഈ ഭരിക്കുന്നവർക്കുണ്ടാകണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിക്കുന്നത് എന്ന് വിശദീകരിച്ചു. അപ്പോൾ അങ്ങനെ ആ മട്ടിൽ നോക്കിയാൽ വളരെ നിസ്സാരമായ ഒരാവശ്യം, ലളിതമായ ഒരാവശ്യം എന്ന് വേണമെങ്കിൽ ഒരു സർക്കാരിന് വിലയിരുത്താം. കാരണം സോളിഡായ കാരണമുണ്ട് അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ, ഈ സമരക്കാർക്ക്. ആ കാരണത്തെ ഇങ്ങനെ തള്ളിക്കളഞ്ഞിട്ട് അല്ലെങ്കിൽ നിസ്സാരമായി തള്ളിക്കളയുക എന്ന് മാത്രമല്ല, ഇവരെ ക്രൂരമായി അടിച്ചമർത്താൻ നോക്കുക. ഇത് തീരുമാനമാണ്. അതായത് ഡൽഹി പോലീസിൻ്റെ, ഡൽഹി ആഭ്യന്തര വകുപ്പിൻ്റെ ഒക്കെ ചുമതല ഡൽഹി ആരുടെ നിയന്ത്രണത്തിലാണ്? അത് BJPയുടെ നിയന്ത്രണത്തിലാണ്. രണ്ടർത്ഥത്തിലും, സംസ്ഥാനം നോക്കിയാലും കേന്ദ്രം നോക്കിയാലും. അപ്പോൾ ഇതിൻ്റെ ആ ഉത്തരവാദിത്വം കൂടി ഏൽക്കേണ്ടതുണ്ട്. ഇനി നാളെ മുതൽ ഈ സമരത്തിൻ്റെ ഗതി മാറും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം പ്രതിപക്ഷ നേതാവിനെ അടക്കം വലിച്ചഴിച്ച് കൊണ്ടുപോയി മുഖത്ത് മുറിവേൽപ്പിച്ച് കൊണ്ടുവന്നു. ഈ മുറിവേൽപ്പിച്ച് വലിച്ചുകൊണ്ട് പോകുന്ന പോലീസുകാരൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ അതിനകത്തുനിന്ന് തന്നെ പുറത്തു വന്നല്ലോ. അയാൾക്ക് നെയിം പ്ലേറ്റ് ഇല്ല. ഏത് പ്രതിപക്ഷ നേതാവിനെ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്ന പോലീസുകാരൻ നെയിം പ്ലേറ്റ് ഇല്ല എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ അരാജകത്വമാണിത്. അതായത് ഒരു മികച്ച ഭരണാധികാരി, മികച്ച ഭരണ സംവിധാനം അല്ല നിലനിൽക്കുന്നത് എന്ന് അവർ ലോകത്തോട് വിളിച്ചു പറയുന്ന നിലയ്ക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിരിക്കുന്നത് എന്നുള്ളതാണ്. മറ്റ് ഇന്ത്യക്ക് വെളിയിലും ആ മട്ടിൽ തന്നെ ഇത് ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഒട്ടും ശരിയായതല്ല. രാജ്യതലസ്ഥാനത്ത് CJP ആരംഭിച്ച സമരം രാജ്യമാകെ പടർന്നു വന്നിരിക്കുകയാണ്. CJP സമരത്തിൽ ഇതുവരെ മുഖം തിരിച്ചു നിന്ന കോൺഗ്രസ് ഇന്നിപ്പോൾ ഈ വിഷയത്തെ ഏറ്റെടുത്ത് സമരവുമായി തെരുവിലിറങ്ങിയതോടെ കേന്ദ്ര സർക്കാർ കൂടുതൽ സമ്മർദ്ദത്തിലായിട്ടുണ്ട്. നേരത്തെ തന്നെ മറ്റു പ്രതിപക്ഷ പാർട്ടികളെല്ലാം പിന്തുണയുമായി എത്തിച്ചേർന്നിരുന്നു. സമരത്തിന് രാഷ്ട്രീയ നേതാക്കൾക്കപ്പുറം സിനിമ, സാമൂഹ്യ രംഗത്തെ പ്രമുഖർ അടക്കമുള്ളവരുടെ പിന്തുണയും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീറ്റ് ക്രമക്കേടും ഇന്നലെയുണ്ടായ പോലീസ് അതിക്രമവും ആഗോള ശ്രദ്ധ നേടിയിട്ടുമുണ്ട്. സമരത്തിനെതിരെ പല ദേശീയ മാധ്യമങ്ങളും മുഖം തിരിച്ച ഘട്ടത്തിലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഡൽഹി പോലീസിൻ്റെ അതിക്രമങ്ങളുടെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. സമരം കടുത്തതോടെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ നിർബന്ധിതരായ ഈ സോക്കോൾഡ് നാഷണൽ മീഡിയ പലതും BJPക്കും
പലതും CJPക്കും പ്രതിപക്ഷത്തിനും എതിരെയാണ് വാർത്തകൾ നൽകുന്നത് എന്നതും കൗതുകകരമാണ്. പ്രശ്നങ്ങൾ കൈവിട്ടതോടെ കേന്ദ്ര സർക്കാരിന് വേണ്ടി കേന്ദ്രമന്ത്രി തന്നെ നേരിട്ട് ചർച്ചയ്ക്ക് എത്തിയത് നമ്മൾ കണ്ടു. എന്നിട്ടും പ്രതിപക്ഷ നേതാവിനെ അടക്കം വലിച്ചിഴച്ച് നീക്കി സമരത്തെ നേരിടാനാണ് ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. രാഹുൽ ഗാന്ധി, അഖിലേഷ് യാദവ്, പ്രിയങ്ക ഗാന്ധി എന്നിവരടക്കമുള്ള നേതാക്കളെയൊക്കെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രം വിഷയത്തിൽ നിന്ന് തടിയൂരാൻ കേന്ദ്ര സർക്കാരിനാവില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇനി എന്ത് തീരുമാനം കൈക്കൊള്ളുമെന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം.